ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ജഗത് മേ ജഗത് മേ ജഗത് മേ ജഗത് മേ ദില്ലി കലാപത്തിന്റെ ഇരകളായ ആളുകൾക്കായി ദില്ലിയിലെ ഗുരുദ്വാരകളുടെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെട്ടു എന്നത് വലിയ വാർത്തയാണ് ഇപ്പോൾ. ആ വാർത്തകൾ വായിക്കുന്നതിനിടയിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇന്ദ്രജിത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ പോകുന്നത്. തെക്കേ ദില്ലിയിലെ ഹോസ്ഖാസ് പാർക്കിൽ ഞാൻ എന്നും രാവിലെ കാണുന്ന ആളാണ് ഇന്ദ്രജിത്ത്. 70 വയസ്സ് കഴിഞ്ഞു. 20 കൊല്ലമായി ഹോസ്ഖാസിലെ ഡിയർ പാർക്കിൽ രാവിലെ ഷട്ടിൽ കളിക്കാൻ വരും. 14-ാം നൂറ്റാണ്ടിലെ ദില്ലി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഉണ്ടാക്കിയ ഹൗസ്ഖാസ് തടാകക്കരയിലെ പാർക്കിലാണ് അദ്ദേഹം എന്നും ഷട്ടിൽ കളിക്കാൻ വരുന്നത്. ഈ മനോഹരമായ പാർക്ക് നിൽക്കുന്ന ഇടം രക്തരൂക്ഷിതമായ എത്ര യുദ്ധങ്ങൾ കണ്ട പടനിലം കൂടിയാണ് എന്ന് നാം ഓർക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ദ്രജിത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു, ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ. വീട്ടിൽ ചെന്നപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് ഇന്ദ്രജിത്ത് ഒരു സർദാറാണെന്ന്. വീട്ടിൽ തൂക്കിയിരുന്ന അച്ഛൻ്റെ ചിത്രത്തിൽ നിന്നുമാണ് എനിക്കത് മനസ്സിലായത്. 1984 സിഖ് കലാപത്തിൽ ആൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി ഇന്ദ്രജിത്തിന് അവരുടെ മുടി മുറിച്ച് കളയേണ്ടി വന്നു. ഇന്ദ്രജിത്തും സിഖ് ആചാര അംഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ അണിയുന്നില്ല. 2020 ദില്ലിയെ ഞെട്ടിച്ച കലാപത്തിനിടയിലാണല്ലോ ഞാൻ ഇന്ദ്രജിത്തിനെ കാണുന്നത്. ഗുരുദ്വാരകൾ കലാപത്തിലെ ഇരകൾക്കായി തുറന്നു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ദ്രജിത്ത് എന്നോട് ചോദിച്ചു. ഇന്ത്യയിൽ യുദ്ധങ്ങളുടെയും വംശഹത്യയുടെയും ഏറ്റവും വലിയ ഇരകളാണ് ഞങ്ങൾ സിഖുകാർ. പഞ്ചാബിലെ ഓരോ സർദാർ കുടുംബത്തിനും കുറഞ്ഞത് ഒരു രക്തസാക്ഷിയുടെയെങ്കിലും കഥ പറയാനുണ്ട്. എത്രയോ പടയോട്ടങ്ങൾ, ഈ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മുഴുവൻ പടയോട്ടങ്ങളും പഞ്ചാബിലെ ഗ്രാമങ്ങൾ വഴിയല്ലേ നടന്നത്. ഇന്ദ്രജിത്ത് കാനഡയിൽ നിന്നും മക്കൾ കൊണ്ടുവന്ന സിംഗിൾ മാൾട്ടിൻ്റെ തീൻ താളിൽ മനോഹരമായി സംസാരിച്ചു കൊണ്ടിരുന്നു. 1905 കപ്പൽ കയറി അമേരിക്കയ്ക്ക് പോയതാണ് തൻ്റെ മുത്തച്ഛൻ എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധം വേണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഞങ്ങൾ സിഖുകാർക്കല്ലേ. ഞങ്ങളുടെ 5ാമത്തെ ഗുരു അർജുൻ സിംഗിൻ്റെ തല അറുത്തത് ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളല്ലേ. പക്ഷേ ഈ വൈകുന്നേരം ദില്ലി കത്തുമ്പോൾ ഗോപാൽജി, എൻ്റെ മനസ്സിൽ നിറയുന്നത് വാളേന്തിയ കലാപകാരികളല്ല, വീണയേന്തിയ ഭായ് മർദാനയാണ്. മർദാന മുസ്ലിമായിരുന്നു. 1459 ഇന്നത്തെ പാകിസ്ഥാനിലെ ഷെഖുപുരയിൽ ജനിച്ചു. ഗുരുനാനാക്കിൻ്റെ സന്തത സഹചാരിയായി. കയ്യിൽ റബാബേന്തി നാനാക്കിൻ്റെ സുന്ദര ഗാനങ്ങൾക്ക് അകമ്പടിയായി 30,000 കിലോമീറ്ററാണ് ഭായ് മർദാന നടന്നത്. എങ്ങനെയാണ് നാനാക്ക് മർദാനയെ കണ്ടത് എന്നറിയാമോ? ഇന്ദ്രജിത്ത് കഥ പറയുകയാണ്. ഒരു ദിവസം നാനാക്ക് ഷേഖ്പുര വഴി നടക്കുമ്പോൾ ഒരു വീട്ടിൽ വലിയ ബഹളം. അമ്മ മകനോട് വഴക്കു പറയുന്നതാണ് പഞ്ചാബിയിൽ. വേ മർജാനിയ, വേ കോയി കാം കർലേ, സാരാ ദിൻ അല്ലാ അല്ലാ ഗണ്ടാ രഹേങ്ക. ഓ മർജാനിയ, പോയി എന്തെങ്കിലും പണിയെടുക്ക്, വെറുതെ അല്ലാ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കൊന്നും കിട്ടില്ല. ഇത് കേട്ട നാനാക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, ബീബി, അല്ലായെക്കുറിച്ച് പാടുന്നവരെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് മർദാന ഗുരു നാനാക്കിൻ്റെ കൂടെ കൂടിയത്. അവർ അങ്ങ് ബാഗ്ദാദ് വരെയാണ് നടന്നത്, ചില്ലറക്കാര്യമല്ല. ഇന്ദ്രജിത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും 3 പേർ 3 യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മരിച്ചതാണ്. എന്നിട്ടും 1984 സിഖ് കലാപത്തിൽ ദില്ലിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടില്ലേ? എനിക്കെൻ്റെ മകൻ്റെ മുടി മുറിക്കേണ്ടി വന്നില്ലേ? മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നതിന് ഇനി സിഖുകാരെ കിട്ടില്ല. എൻ്റെ മകൻ കനേഡിയൻ പെൺകുട്ടിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ലോകം മാറിയതറിയാതെ വാളുമായി നടക്കുന്നവരെ അല്ല, വീണയുമായി നടക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് ചെന്ന് ഞാൻ ഇന്ദ്രജിത്ത് സിംഗിനെ കെട്ടിപ്പിടിച്ചു. നരച്ച താടി തടവി തലപ്പാവ് ശരിയാക്കി ചുവരിലെ ഛായാചിത്രത്തിൽ വന്ധ്യവയോധികനായ ഒരാൾ, ഇന്ദ്രജിത്തിൻ്റെ അച്ഛൻ, എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇറങ്ങുന്നതിനു മുമ്പ് ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, എനിക്ക് പണ്ഡിറ്റ് രാജൻ സാജൻ മിശ്ര പാടുന്ന ഗുരുനാനാക്ക് ഭജൻസ് വലിയ ഇഷ്ടമാണെന്ന്. ജഗത് മേ ജഗത് മേ ജഗത് മേ ജഗത് മേ
री जगत में झूठी देखी प्रीत, झूठी देखी प्रीत, जगत में झूठी देखी प्रीत. ഈ ലക്കം ദില്ലി ദാലി ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ.